എങ്ങനെയാണ് ഒരു അവസാന ഘട്ടത്തിലെ ആത്മവിശ്വാസം ബി.ജെ.പിയിലെ തന്നെ എല്ലാ സമുദായ വോട്ടുകളെയും നമുക്ക് പോൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും സംവിധാനം മുഴുവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എന്റെ വർക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആവും. ഇന്ന് ചാഴിക്കാടിന്റെ ഒരു പത്രപരസ്യം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ചാഴിക്കാടിനെ വിജയിപ്പിക്കുകയാണ്. അതിനെയാണ് ബി.ജെ.പി നോക്കുന്നത്. രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. ഇത് രണ്ടുപേരും ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുള്ളതാണ്. രണ്ടുപേരും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ 100% ഞാൻ പറഞ്ഞില്ല. 40% മേളിൽ വോട്ട് ഞങ്ങൾക്ക് പോൾ ചെയ്ത 100 വോട്ട് 40% വോട്ട് ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ ചാഴിക്കാടിനെ ഇപ്പൊ തോക്കും എന്ന ഭീഷണിയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നോട്ടീസ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകൾ തോറും കൊണ്ടു നടന്ന് മൈക്രോ ഫിനാൻസിന്റെ ഇവിടെയെങ്ങാണ്ട് നേരത്തെ ഈ യൂണിയനിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ വളച്ചൊടിച്ച് അത് നോട്ടീസാക്കി ആ നോട്ടീസ് ഇപ്പൊ എല്ലാ വീടുകളിലും കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം അതിന്റെ ഈ വിഷയം മുഴുവൻ അറിയാവുന്നവരാണ് ആ മൈക്രോ ഫിനാൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളായാലും ഇതുവരെ ഒരു തരത്തിലുള്ള ഇവർക്കെതിരെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ആരോപണമോ ഉന്നയിച്ചിട്ടില്ല. അവരുടെ തേർഡ് റേറ്റഡ് പണി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് ഏറ്റവും വലിയ എതിരാളിയായിട്ട് കാണുന്നത് ആരെയാണ്? UDF-നെയാണോ LDF-നെയാണോ? ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചാഴിക്കാടൻ വളരെ പിന്നോക്കമാണ്. അത് എനിക്ക് അറിയാമല്ലോ. ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ UDF-ഉം LDF-ഉം മത്സരമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിലേക്ക് തുഷാർ കടന്നു കയറുന്ന ഒരു ആരോപണം നൽകുന്നത് അതിനെ പറ്റി എങ്ങനെയാണ്? അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഇല്ലാത്ത കഥ ഉണ്ടാക്കിക്കൊണ്ട് നോട്ടീസ് അടിച്ച് കൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചാഴിക്കാടൻ ഒരുപാട് പിന്നോക്കം പോയി. അതുകൊണ്ട് ആ വോട്ടുകൾ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും, അതിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസുകളൊക്കെ അടിച്ച് കൊണ്ട് വിതരണം ചെയ്യുന്നത്. ഞങ്ങളാരും ഇതുപോലെ നോട്ടീസ് അടിക്കാനാണെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ഇവരുടെ കഥയെക്കുറിച്ച് ഒരുപാട് നോട്ടീസ് അടിക്കാൻ ഇറക്കാറുണ്ട്. ഞങ്ങളാരും ചെയ്തിട്ടില്ല. കാരണം ഒരു ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത്. കാര്യം യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ. ഇല്ലാത്ത കഥയുണ്ടാക്കി കള്ളത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കേണ്ട കാര്യമില്ല. അത് ഭയം കൊണ്ടാണ്. ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഗുണമേ ഞങ്ങൾക്ക് ചെയ്യും.